മണിയൂർ കാരുണ്യം പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. മണിയൂർ കാരുണ്യത്തിൽ നടന്ന പരിപാടി തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മണിയൂർ കാരുണ്യം പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണിയൂർ പഞ്ചായത്തിലെ മെമ്പർമാരെയും ബ്ലോക്ക് ജില്ലാ മെമ്പർമാരെയുമാണ് ആദരിച്ചത്. ജനപ്രതിനിധികൾക്കുള്ള ഉപഹാരം CM വിജയൻ മാസ്റ്റർ, സുരേഷ് VP, ജയശ്രീ, സിമിഷ, സൈഫുന്നീസ, ഷമീന, രജീഷ് MT, രമേശൻ വിലങ്ങിൽ, ഷാജിദ് കുമാർ എന്നിവർ നൽകി. ചടങ്ങിൽ വാർഡ് മെമ്പർ MP അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പാവപ്പെട്ടവരുമായി നിരന്തരം സംവദിക്കുന്ന, ഇടപെടുന്ന, സഹായിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണിത് എന്നുള്ളതാണ്. ഇത് പ്രവർത്തിക്കുന്ന ഏകദേശം എല്ലാവരെയും നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാതെ പാലിയം എന്ന് പറയുന്ന വാക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന താല്പര്യത്തിനനുസരിച്ച് കാരുണ്യത്തിൻ്റെ സ്പർശം എല്ലാവർക്കും ആത്മാർത്ഥമായി പകർന്നു നൽകുന്നതാണ് ഇതിൻ്റെ എല്ലാ ആളുകളും. പലതരത്തിൽ ഇപ്പം നഴ്സുമാരായാലും ജീവനക്കാരായാലും പുറമെ നിന്ന് അവരെ നയിക്കുന്നവരായാലും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഇതിൻ്റെ ഡ്രൈവർ കുറേ പേരനോട് അപായരട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും വളരെ മാതൃകാപരമായി. ഇപ്പം പാലിയം വളരെ ഒരുപാട് സംഘടനകളുടെ, ആയിരക്കണക്കിന് സംഘടനകളുടെ നാടാണ് കേരളം. കേരളത്തെ സംബന്ധിച്ച് ഒരു പാലിയം നയമുള്ള ഏക സംസ്ഥാനമാണ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും കീഴിൽ നഴ്സുമാരും ജീവനക്കാരും മറ്റ് സംവിധാനങ്ങളുമുള്ള സംസ്ഥാനമാണ്. പക്ഷേ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനത്തിന് എന്ത് വന്നാലും പരിമിതികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും ഇടപെടുക എന്നുള്ളതാണ് ഇത്തരം സംഘടനകളുടെ ഉദ്ദേശം, ലക്ഷ്യം. അങ്ങനെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരുണ്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷഹബത്ത് ജൂന, TN മനോജ്, മധുസൂദനൻ മെക്കോത്ത്, VV സുരേന്ദ്രൻ, അർജുൻ DS, TT മൊയ്തു മാസ്റ്റർ, സബീഷ് P, വിഷ്ണുദാസ്, സജന LD, സുനിൽ മുത്തുവന, മനു അയനിപ്പ എന്നിവർ സംസാരിച്ചു. ക്ലിനിക് നവീകരണ ഫണ്ട് TK അഷ്റഫ് ഏറ്റുവാങ്ങി. കാരുണ്യം സെക്രട്ടറി MP അബ്ദുൾ റഷീദ് സ്വാഗതവും TC സജീവൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.